നമ്മളിപ്പോൾ പോകുന്നത് ഒരു മാമൂദിസ കൂടാൻ വേണ്ടിയാണ്. സാധാരണ ഞാൻ മാമൂദിസ നാട്ടിൽ കൂടിയിട്ടുണ്ട്. ഇറ്റാലിയൻസിൻ്റെ മാമൂദിസ ഞാൻ ആദ്യമായിട്ടാണ് കൂടുന്നത്. റോമിന് പുറത്താണ് ഈ സ്ഥലം, അതുകൊണ്ട് തന്നെ നല്ല ദൂരം ഉണ്ടായിരുന്നു. അവിടെ ചെന്ന് കുർബാനയൊക്കെ കൂടി. നമ്മുടെ നാട്ടിലെ പോലെ മാമൂദിസയ്ക്ക് സ്പെഷ്യൽ കുർബാനയൊന്നുമില്ല കേട്ടോ. സാധാരണ കുർബാനയിൽ വിളിച്ചു പറയുന്നു, മാമൂദിസ മുക്കുന്നു, അത്ര ഉള്ളായിരുന്നു. സൺഡേ ആയതുകൊണ്ട് നാട്ടിലുള്ള ആളുകളും കുർബാനയ്ക്ക് വന്നിട്ടുണ്ടായിരുന്നു. കുർബാന കഴിഞ്ഞ ശേഷം നേരെ പോകുന്നത് റെസ്റ്റോറൻറ്റിലേക്കാണ്. നമ്മുടെ ഇൻവിറ്റേഷൻ ലെറ്ററിൽ റെസ്റ്റോറൻറ്റ് അഡ്രസ്സും കാര്യങ്ങളും ഉണ്ടായതുകൊണ്ട് റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കാനായിട്ട് വലിയ പാടൊന്നും പറയേണ്ടി വന്നില്ല. നമ്മൾ റെസ്റ്റോറൻറ്റ് അകത്ത് പോയി നമ്മുടെ പേര് എഴുതി വെച്ചേക്കുന്ന ടേബിൾ കിട്ടി, അവിടെയാണ് നമ്മൾ കഴിക്കാനിരിക്കേണ്ടത്. അതായത് നമ്മുടെ നാട്ടിലെ പോലെ ഒത്തിരി പേരൊന്നും ഒരു ബാപ്റ്റിസത്തിനൊന്നും വിളിക്കില്ല കേട്ടോ. കുറച്ച് പേര്, അതായത് ഇൻറ്റിമേറ്റ് ആയിട്ടുള്ള ആളുകളെ മാത്രമേ വിളിക്കുള്ളൂ. അങ്ങനെ നമ്മുടെ ഫുഡുകൾ ഓരോന്നായിട്ട് എത്തി. ചില ഫുഡുകളൊക്കെ എനിക്ക് ഇഷ്ടമായി, ചില ഫുഡുകളൊന്നും ഇഷ്ടമായില്ല. പിന്നെ ഒരു രക്ഷയില്ലല്ല, കഴിക്കാണ്ട് വേറെ നിവർത്തിയില്ല. അതുകൊണ്ട് പിന്നെ എങ്ങനെയൊക്കെ കഴിച്ച് തീർക്കുന്നുണ്ട് ഞാൻ. ഓരോ പ്ലേറ്റ് കഴിയുമ്പോഴും അപ്പുറത്തെ ടേബിളിലുള്ളവർ ഇപ്പുറത്തെ ടേബിളിൽ വന്ന് സംസാരിക്കാനൊക്കെ തുടങ്ങും. അപ്പോഴെൻ്റെ ബാല്യകാലം എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. കാരണം പണ്ട് ചെറുപ്പത്തിലെ ക്ലാസ്സിലായിരുന്നപ്പോൾ ക്ലാസ്സിൽ നിന്ന് മിസ്സുമാർ പുറത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പുറത്തെ ക്ലാസ്സിലെ പിള്ളേർ ഇങ്ങോട്ട് വന്ന് ഒച്ചപ്പാട് ബഹളം അതൊക്കെ പോലെ എനിക്ക് ഇവിടെയും ഫീൽ ചെയ്തു. നെക്സ്റ്റ് പീരീഡ് മിസ്സ് വന്ന പോലെ അടുത്തതേ പ്ലേറ്റ് വീണ്ടും വന്നു. മിസ്സ് പോകുന്നവരെ മിണ്ടാതിരിക്കാം, അതുപോലെ കഴിച്ചു തീരുന്നവരെ മിണ്ടാതിരുന്ന് കഴിക്കാം. അങ്ങനെ ഈ ഫുഡ് കഴിച്ചപ്പോഴേക്കും ഞാൻ മനസ്സറിഞ്ഞൊരു ബ്രേക്ക് അങ്ങ് എടുത്തു. അതായത് ഞാനതിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. 12:30 തുടങ്ങിയ പരിപാടി 6 മണിയായിട്ടും തീർന്നിട്ടില്ല. പിന്നെ എനിക്ക് നാളെ ജോലിക്ക് പോകാനുള്ളതുകൊണ്ട് ഞാൻ മുൻകൂർ ജാമ്യം എടുത്തു. എന്തൊക്കെ പറഞ്ഞാലും ഈ സമയത്ത് ഞാൻ നാട് നന്നായിട്ട് മിസ് ചെയ്തു. എൻ്റെ കയ്യിലിരിക്കുന്ന ആളുടെ പേരാണ് കിര. അധിക നേരം നമുക്കൊരു അടച്ച റൂമിൽ കിരേനെ കൊണ്ട് ഇരിക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ കിരേനെ കൊണ്ട് പുറത്ത് പോകുന്നത്. അടുത്ത ഡിഷ് വരാനുള്ള സമയമായി. അങ്ങനെ നമ്മൾ അടുത്ത ഡിഷ് കഴിക്കാൻ കയറി. ഇത് വന്നിട്ട് വെജ് ഇഷ്ടപ്പെടുന്നവർക്കുള്ള ഒരു ഡിഷാട്ടോ, മുതിര കൊണ്ട് ഉണ്ടാക്കിയ ബർഗർ. പുതിയൊരു ഡിഷ് കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. വായിൽ വെച്ചപ്പോഴാണ് എനിക്കതിലെ ചതി എനിക്ക് മനസ്സിലായത്. ഗായ്സ്, ഇങ്ങനെയാണ് നമ്മുടെ ഡാൻസ് കച്ചേരി. ഞാൻ ഞെട്ടിപ്പോയി ഇവരുടെ ഡാൻസ് കണ്ടപ്പോൾ. ഇങ്ങനെയും ഡാൻസ് കളിക്കാന്ന് എനിക്ക് മനസ്സിലായത് ഇവിടെ വന്നപ്പോഴാണ്. എന്തൊക്കെ പറഞ്ഞാലും ആ അമ്മാമ്മ ഡാൻസ് കളിക്കുന്ന കണ്ടിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ. ഈ ഏജിലും ആള് അടിപൊളിയായിട്ട് കളിക്കുന്നുണ്ടല്ലോ. ഡാൻസ് കച്ചേരി കഴിഞ്ഞപ്പോഴേക്കും അടുത്ത പ്ലേറ്റ് വന്നു. ഈ ഒരു പ്ലേറ്റ് എനിക്ക് ഭയങ്കര താല്പര്യമുള്ള പ്ലേറ്റ് ആയിരുന്നു, ഫ്രൂട്ട്സ് ആയതുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ ഞാൻ ഇടവും വലവും നോക്കാണ്ട് നല്ല ബോളിംഗ് ആയിരുന്നു. ഇനി നമുക്ക് ബർത്ത്ഡേ സോങ് ഇറ്റാലിയൻ വേർഷൻ കേൾക്കാം. കുട്ടിയുടെ ഫസ്റ്റ് ബർത്ത്ഡേയുടെ അന്നായിരുന്നു ബാപ്റ്റിസം. അതുകൊണ്ടാണ് ലാസ്റ്റ് ഇവർ കേക്ക് കട്ട് ചെയ്തത്. അപ്പോൾ ഈ കേക്ക് കട്ടോട് കൂടി കഴിഞ്ഞു കേട്ടോ, പരിപാടികളൊക്കെ കഴിഞ്ഞായിരുന്നു. നമ്മുടെ നാട്ടിലെ ബാപ്റ്റിസവും ഇവരുടെ ബാപ്റ്റിസവും തമ്മിൽ രാപ്പകൽ വ്യത്യാസമുണ്ട്. എന്നെ സംബന്ധിച്ച് നാട്ടിലെ ബാപ്റ്റിസം തന്നെയാണ് ഇഷ്ടം. അതാണെന്നുണ്ടെങ്കിൽ ഭയങ്കര റിലാക്സ് ഒക്കെ ചെയ്ത് ഭയങ്കര ഫ്രീ ആയിട്ടാണ് നമ്മൾ എൻജോയ് ചെയ്യാറുള്ളത്. എന്തെങ്കിലും ആവട്ടെ, അങ്ങനെ അവസാനം പരിപാടി കഴിഞ്ഞു. പോകാൻ നേരത്ത് എനിക്ക് അവർ ഗിഫ്റ്റ് തന്നായിരുന്നു കേട്ടോ. ആ കയ്യിലിരിക്കുന്നത് ഗിഫ്റ്റാണ്. അതിൻ്റെ വീഡിയോ എടുത്തിട്ട് എവിടെയോ പോയി, എനിക്കറിയത്തില്ല. വേറെ ഒന്നല്ല അതിലുണ്ടായിരുന്നത്, അതിലൊരു കുഞ്ഞൊരു കുടുക്കയായിരുന്നു കേട്ടോ. പിന്നെ 3-4 മിഠായികൾ. പെൺകുട്ടി ആയതുകൊണ്ട് പിങ്ക് കളറുള്ള മിഠായി ആയിരുന്നത്. അങ്ങനെ ഒരു ന്യൂ എക്സ്പീരിയൻസ് കടന്നുപോയി. ഈ എക്സ്പീരിയൻസ് വളരെ നല്ലതായിരുന്നു. പിന്നെ നമ്മളൊരിക്കലും നമ്മുടെ നാടിനെ വെച്ച് കമ്പയർ ചെയ്യരുത്. കാരണം നമ്മുടെ നാടിനെ വെച്ച് കമ്പയർ ചെയ്താൽ നമുക്കൊരിക്കലും സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. എനിക്കൊരിക്കലും കിട്ടില്ല. അങ്ങനെ ഇതൊക്കെയായിരുന്നു പരിപാടികൾ. അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബൈ ഗായ്സ്.